ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നമ്മുടെ ഒരു പുരയിടത്തിൽ എവിടെയാണ് കന്നിമൂലയുടെ സ്ഥാനം, ഇങ്ങനെ പറയാൻ എന്താണ് കാരണം, ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് ഈ വീഡിയോയിലൂടെ നമ്മളിന്ന് നോക്കുന്നത്. അപ്പം നമുക്ക് ഒരു കന്നിമൂല എന്ന് പറയുന്നത് ഒരു പുരയിടത്തിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഈ കന്നിമൂലയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നോക്കാം. എന്നാൽ പ്രധാനമായിട്ട് കന്നിമൂല എന്താണെന്നെങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എന്തിനാണ് കന്നിമൂല എന്നിങ്ങനെ പറയുന്നത് എന്നെങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു പുരയിടം, ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ളൊരു പുരയിടം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പുരയിടത്തിൽ എങ്ങനെയാണ് ഒരു കന്നിമൂലയുടെ സ്ഥാനം കണ്ടുപിടിക്കേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഓറഞ്ച് വരെ ഉണ്ടായിരുന്ന ഭാഗമായിരുന്നു നമ്മുടെ പുരയിടം, അങ്ങനത്തെ ഷേപ്പിലായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ചതുരം നമ്മളിപ്പോൾ പച്ച കളറിൽ വരച്ചിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഒരു ചതുരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുരയിടത്തിൽ നമുക്ക് കുറേ അധികം ചതുരങ്ങൾ ഉണ്ടാക്കാം. അതിലൊരു ചതുരം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനൊരു ചതുരം, സമചതുരമോ ദീർഘചതുരമോ എന്താണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനൊരു ഭാഗം ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നു. അടുത്തത് ഇതേ പുരയിടത്തിൻ്റെ തന്നെ വേറൊരു ഭാഗത്ത് സമചതുരമോ അല്ലെങ്കിൽ ദീർഘചതുരമോ കിട്ടത്തക്ക വിധത്തിൽ ഇങ്ങനെ വേറൊരു ചതുരം ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ഒരു പുരയിടത്തിൽ രണ്ടോ അതിലധികമോ ചതുരങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു പുരയിടത്തിൽ കന്നിമൂലയോ അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു വീട് വയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു ചതുരം കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോൾ ഈ രണ്ട് ചതുരങ്ങളിൽ എവിടെ വേണം നമുക്ക് വീട് വയ്ക്കാൻ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഒരു വാസ്തുശാസ്ത്ര വിദഗ്ധനൊന്നും അല്ല തീരുമാനിക്കേണ്ടത്. ഇതിലെനിക്ക് എൻ്റെ വീട് ഈ ഭാഗത്തിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഈ വീട് ഈ ഭാഗത്ത് വെച്ചാൽ മതി എന്ന് കൃത്യമായി നമ്മൾ അദ്ദേഹവുമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പച്ച കളറിൽ കണ്ട ഭാഗത്തെ ഏതൊക്കെ രീതിയിൽ തിരിച്ചാണ് കന്നിമൂലയുടെ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ആക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കന്നിമൂല എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, എന്താണ് ഈ കന്നിമൂല എന്നുള്ളത് നമുക്ക് പുറകെ പറയാം. എന്നാലും കന്നിമൂല എന്ന് പറഞ്ഞ് എല്ലാവരെയും പേടിപ്പിക്കുന്ന കാര്യം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യമേ പറയുന്നത്. ഒരു വസ്തുവിൽ പച്ച കളറിൽ ഇപ്പം നമ്മൾ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് ഒരു ചതുരമുണ്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു വസ്തുവിനെ നമ്മൾ ഇതുപോലെ 12 ഭാഗങ്ങളാക്കി, അഥവാ നമ്മുടെ മലയാള മാസത്തിൻ്റെ പേര് ഉള്ള പോലെ മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം എന്ന് പറയുന്ന ഭാഗങ്ങളായിട്ട് അടയാളപ്പെടുത്തത്തക്ക വിധത്തിൽ ഇതുപോലെ 12 ഈക്വൽ ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. കന്നിമൂല കണ്ടുപിടിക്കുന്നതിൻ്റെ പ്രധാന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്താണ് സെൻറ്റർ എന്ന് പറയുന്നത്, നമ്മളുടെ വീട് നിൽക്കുന്ന ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ എന്താണെങ്കിലും കുഴപ്പമില്ല, ഒരു പ്ലെയിൻ ലാൻഡ് ആണെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ 4 വശത്തും ഈ ഒരു ചതുരമായിട്ട് നമ്മൾ തിരിച്ചു എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ഒരു പുരയിടത്തിന് 2 ചതുരങ്ങളുണ്ടായിരുന്നു. അതിന് ആ 2 ചതുരത്തിൽ ഏതെങ്കിലും ഒരു ചതുരത്തിനകത്ത് നമ്മൾ ഇതുപോലെ 12 ഭാഗങ്ങളായിട്ട് തിരിക്കുക. ഈ 12 ഭാഗങ്ങൾ വരുന്നതിൽ കിഴക്ക് വടക്കേ മൂലയിൽ നിന്നാണ് നമ്മുടെ ഈ പറയുന്ന രീതികൾ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഈ മാസങ്ങൾ എണ്ണാൻ തുടങ്ങുന്നത്. മാസങ്ങളെന്നല്ല ഇതിന് പറയുന്നത്, ഇതിന് രാശികളെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രാശികൾ എണ്ണുന്നത് മീനം മുതലാണ്. അതുകൊണ്ട് തന്നെ മീനം സ്റ്റാർട്ട് ചെയ്യുവാണ് ലെഫ്റ്റ് ടോപ്പ് കോർണർ, അഥവാ വടക്ക് കിഴക്കേ മൂലയിൽ നിന്നും വലത്തോട്ട് മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം കഴിഞ്ഞ് താഴത്തെ മൂലയിൽ വരുമ്പോൾ കന്നി എന്നടയാളപ്പെടുത്തിയ ഭാഗം വരും. അപ്പോൾ ഈ കന്നി എന്ന് അടയാളപ്പെടുത്തിയ ഭാഗം വരുന്ന ആ ഭാഗത്തിന് പറയുന്ന പേര് കന്നിമൂല അഥവാ കന്നിരാശി എന്ന് പറയുന്ന ഭാഗമാണ്. ഇല്ലാതെ വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയേണ്ട കാര്യവുമില്ല, ഇതിന് വലിയ കാര്യങ്ങളുമില്ല. കാര്യം ഈ കന്നി എന്ന് പറയുന്ന രാശി ആ ഭാഗത്ത് വരുന്നത് കൊണ്ട് തന്നെ ആണ് കന്നിമൂല എന്നിതറിയപ്പെടുന്നത്. അപ്പോൾ ഈ കന്നിമൂലയിൽ സാധാരണഗതിയിൽ വലിയ ക്ഷേത്രങ്ങളിലും എല്ലായിടത്തും നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവിടെ ഗണപതിയുടെ ഒരു വിഗ്രഹം അല്ലെങ്കിൽ അവിടുത്തെ ഗണപതിയുടെ ഒരു അമ്പലം ആ ഭാഗത്തായിരിക്കും പ്രതിഷ്ഠിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രമുണ്ട്, അതിൽ പറഞ്ഞിരിക്കുന്നത് കന്നിമൂല ഭാഗം അഥവാ ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറേ മൂല എന്ന് പറയുന്ന ഭാഗത്ത് ഗണപതിയെ പ്രതിഷ്ഠിക്കണം എന്ന് ദേവാലയങ്ങളുടെ രീതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഗണപതി, അല്ലെങ്കിൽ അവിടെ തൊട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്, അവിടെയാണ് കല്ലിടേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കന്നിമൂല എന്ന് പറയുന്നതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല, ഇത് കണ്ടുപിടിക്കാനും വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് കന്നി മൂല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കന്നി എന്ന് പറയുന്ന ഭാഗം വരുന്നത് നമ്മുടെ തെക്ക് പടിഞ്ഞാറേ മൂലയാണ് വീടിൻ്റെ. ഇത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ഇത് പുരയിടത്തിലാണ്, അല്ലാതെ ഇത് വീടിൻ്റെ കന്നിമൂല എന്നൊന്നും അല്ല പറയേണ്ടത്, പുരയിടത്തിൻ്റെ കാര്യത്തിലാണ് നമ്മളിങ്ങനെ പറയുന്നത്.
ഇനി വീട് വയ്ക്കാൻ നേരത്ത് നമ്മൾ കല്ലിടുമ്പം വീടിൻ്റെ ഭാഗം മാത്രം കണക്കാക്കിയിട്ട് അതിൻ്റെ കന്നിമൂല എന്ന് പറഞ്ഞ് കല്ലിടാറുണ്ട്. പക്ഷേ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്കൊന്നുകൂടെ ചിന്തിക്കേണ്ടതുണ്ട്. കാര്യം അങ്ങനെയല്ല ശാസ്ത്രങ്ങളിലൊന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രം എല്ലാം കൃത്യമായി പോകുന്നവരാണെങ്കിൽ വാസ്തവത്തിൽ കന്നിമൂലയിലാണോ കല്ലിടേണ്ടതെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ കന്നിമൂല എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു ചതുരത്തിനകത്ത് 12 ഈക്വൽ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് വരുന്ന ഭാഗമാണ് കന്നിമൂല എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. നമ്മളിങ്ങനെ ഉള്ള ഒരു പടം വരച്ച് കണ്ടിട്ടുള്ളത് സാധാരണ ജാതകമൊക്കെ എഴുതുമ്പോഴാണ്. അപ്പോൾ ഈ ജാതകമൊക്കെ എഴുതുന്നത് ഇതുപോലത്തെ ഒരു രീതിയിലാണ്. അപ്പോൾ ആസ്ട്രോളജിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന വാസ്തുശാസ്ത്രത്തിലെ ഈ പറയുന്ന കന്നിമൂല എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയമാണെന്നൊക്കെ പറയുന്ന രീതിയിൽ പറയുന്ന സിസ്റ്റം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ കന്നിമൂല എന്ന് പറയുന്നത് വൃത്തിയായി സൂക്ഷിക്കണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. സൂക്ഷിക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ വീടിൻ്റെ 4 വശവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്ന് തന്നെയാണ്. അല്ലാതെ കന്നിമൂല മാത്രം വൃത്തിയായിട്ട് സൂക്ഷിക്കണം, ബാക്കിയെല്ലാം വൃത്തികേടാക്കി സൂക്ഷിക്കണം എന്നല്ല. വേണമെങ്കിൽ നമ്മളുടെ വീട് പൂർണ്ണമായിട്ടും വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം, നമ്മൾ ക്ഷേത്രങ്ങളിലാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് വൃത്തിയാക്കി സൂക്ഷിക്കുക. അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രമാണെങ്കിലും കൊള്ളാം, പള്ളിയാണെങ്കിലും കൊള്ളാം, എവിടെയാണെങ്കിലും കൊള്ളാം, ദൈവികമായ സ്ഥലങ്ങളിലെല്ലാം തന്നെ വൃത്തിയായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ദൈവികമായ ഭാഗങ്ങൾ വൃത്തിയാക്കി തന്നെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു വയ്ക്കുന്നത് അവിടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവിടെ ഈ പറയുന്ന പോലെ വൃത്തിയായിട്ട് സൂക്ഷിച്ചാലും വൃത്തികേടായിട്ട് സൂക്ഷിച്ചാലും ദൈവം എന്ന് പറയുന്നത് നമ്മളുടെ സങ്കല്പത്തിലുണ്ടെങ്കിൽ അതെല്ലായിടത്തും ഉള്ളതാണ്, ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉള്ളതാണ്. അവിടെ വൃത്തിയുണ്ടോ വൃത്തികേടിനോ ഒന്നും പ്രധാനമായിട്ട് കാരണങ്ങളില്ല. അപ്പോൾ നിങ്ങൾ പേടിക്കുന്ന പോലെ കന്നിമൂല എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉള്ള സ്ഥലമല്ല. ഇത് നമ്മൾ സാധാരണഗതിയിൽ നമ്മളുടെ വീടിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആസ്ട്രോളജിക്കൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയും ചെയ്ത ഒരു സിസ്റ്റം മാത്രമാണ് ഈ കന്നിമൂല എന്ന് പറയുന്നത്. അല്ലാതെ കന്നിമൂലയ്ക്ക് മാത്രമായിട്ടൊരു വലിയ പ്രാധാന്യവും ഇനി ഈ പറയുന്ന പോലെ കന്നിമൂല അല്ലാതെ വരുന്ന ഭാഗങ്ങൾക്ക് അപ്രാധാന്യമാണ് അല്ലെങ്കിൽ പ്രാധാന്യമില്ല എന്നുള്ളതും ശരിയല്ല. എല്ലാ മൂലകൾക്കും പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ കന്നിമൂലയ്ക്കും പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ വീടിൻ്റെ എല്ലാ ഭാഗത്തിനും പ്രാധാന്യമുള്ളതുപോലെ തന്നെ കന്നിമൂലയ്ക്കും ഒരു പ്രാധാന്യമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കന്നിമൂലയ്ക്കൊരു പ്രത്യേക പ്രാധാന്യം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ക്ഷേത്രങ്ങളിൽ കന്നിമൂലയിൽ ഈ പറയുന്ന പോലെ ഗണപതി ദേവൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ അവിടെയാണ് ഗണപതിയുടെ ഒരു പ്രതിഷ്ഠ ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയാണ് തുടക്കം, ഗണപതിക്കാണ് തുടങ്ങുന്നത് എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് തുടങ്ങണം, അല്ലെങ്കിൽ അവിടം വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന കന്നിമൂലയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വടക്ക് കിഴക്കേ മൂലയും. അവിടെയും ശിവൻ്റെ സ്ഥാനമാണ് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ദൈവിക സ്ഥാനങ്ങളിലൊക്കെ. അപ്പോൾ അവിടവും നമ്മൾ ചെയ്യണം. ഇതുപോലെ തന്നെ തെക്ക് കിഴക്കേ മൂലയ്ക്ക് ഒരു സ്ഥാനമുണ്ട്, ആ സ്ഥാനത്ത് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രാധാന്യം കൽപ്പിക്കാം. വടക്ക് പടിഞ്ഞാറേ മൂലയ്ക്കും വേണമെങ്കിൽ നമുക്ക് പ്രാധാന്യം കൽപ്പിക്കാം. അപ്പോൾ അങ്ങനെ പ്രാധാന്യത്തിന് യാതൊരു വ്യത്യാസങ്ങളുമില്ല. നമ്മളുടെ പുരയിടത്തിനും നമ്മുടെ വീടിനും വൃത്തിയായി സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ മുഴുവനായി വൃത്തിയായി സൂക്ഷിക്കുക. അല്ലാതെ നമ്മൾക്ക് ഈ പറയുന്ന കന്നിമൂല മാത്രം വൃത്തിയാക്കിയത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടും എന്നാരും വിചാരിക്കരുത്. ഇതുപോലെയുള്ള ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം.